പോലീസ് സ്റ്റേഷനിലെ അഭിഭാഷകനെ അപമാനിച്ച കേസിൽ ആലത്തൂർ മുൻ SI VR റനീഷിനെതിരെ ഹൈക്കോടതിയുടെ ശിക്ഷാ നടപടി. കോടതിയലക്ഷ്യ കേസിൽ 2 മാസം വെറും തടവ് ശിക്ഷ വിധിച്ച കോടതി ശിക്ഷാവിധി നടപ്പാക്കുന്നത് 1 വർഷത്തേക്ക് മരവിപ്പിച്ചു. 1 വർഷത്തിനിടെ സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെടാതിരുന്നാൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാകും. അഭിഭാഷകൻ അക്യൂബ് സുഹൈൽ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ നടപടി. അഭിഭാഷകനെ അപമാനിച്ചുവെന്ന കുറ്റം ചെയ്തുവെന്ന VR റനീഷ് ഹൈക്കോടതിയിൽ സമ്മതിച്ചു. ഈ സാഹചര്യത്തിലാണ് കോടതിയലക്ഷ്യ കേസിൽ 2 മാസത്തെ തടവ് ശിക്ഷ വിധിച്ചത്. എന്നാൽ ശിക്ഷാ നടപടി നടപ്പാക്കുന്നത് 1 വർഷത്തേക്ക് ഹൈക്കോടതി മരവിപ്പിച്ചു. സമാനമായ മറ്റൊരു കുറ്റകൃത്യത്തിലും പ്രതിയാകരുതെന്നാണ് SI VR റനീഷിന് ഹൈക്കോടതി നൽകിയ മുന്നറിയിപ്പ്. 1 വർഷക്കാലം SI VR റനീഷിന് നല്ല നടപ്പിനും കർശന നിർദ്ദേശം നൽകി. SIക്കെതിരായ കേസ് ഗൗരവതരമെന്ന് നിരീക്ഷിച്ചാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ്. കുറ്റകൃത്യത്തിന്മേൽ VR റനീഷ് നൽകിയ നിരുപാധികം മാപ്പപേക്ഷ ഹൈക്കോടതി അംഗീകരിച്ചു. പദവിയിലിരുന്ന് തെറ്റ് ചെയ്താൽ പിന്നെ അവിടെ ഇരിക്കാൻ അയാൾ യോഗ്യനല്ലെന്നായിരുന്നു നേരത്തെ ഹൈക്കോടതിയുടെ വിമർശനം. പോലീസിനെതിരെ ആരോപണമുയർന്നാൽ അവർക്കെതിരെ നടപടിയെടുക്കാതിരിക്കാൻ പറയുന്ന കാരണമാണ് ആത്മവീര്യം നഷ്ടപ്പെടുമെന്ന വാദം. എന്ത് തോന്നിവാസം കാണിച്ചാലും ആത്മവീര്യം തകരാതിരിക്കാൻ കൂടെ നിർത്തണമെന്നാണോ പറയുന്നതെന്നായിരുന്നു കോടതിയലക്ഷ്യ ഹർജിയിൽ വാദത്തിനിടെ ഹൈക്കോടതിയുടെ ചോദ്യം. ചെയ്ത തെറ്റിന് നടപടി സ്വീകരിച്ചാൽ എങ്ങനെ ആത്മവീര്യം നഷ്ടപ്പെടും? ആ ആത്മവീര്യം അത്രയ്ക്ക് ദുർബലമെങ്കിൽ അതങ്ങ് പോട്ടെ എന്ന് വെക്കണമെന്നുമായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ പരാമർശം. വാഹനാപകടവുമായി ബന്ധപ്പെട്ട കേസിൽ വാഹനം വിട്ടുകൊടുക്കാനുള്ള കോടതി ഉത്തരവ് നടപ്പാക്കാനാണ് അഭിഭാഷകൻ അക്യൂബ് സുഹൈൽ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത്. തുടർന്നായിരുന്നു SI VR റനീഷ് അഭിഭാഷകനോട് മോശമായി പെരുമാറിയത്. അഭിഭാഷകനോട് SI VR റനീഷ് കയർത്ത് സംസാരിച്ചു. ഇതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നു. ഇതിന് പിന്നാലെയാണ് അക്യൂബ് സുഹൈൽ ഹൈക്കോടതിയിൽ കോടതിയലക്ഷ്യ ഹർജി നൽകിയത്. കഴിഞ്ഞ ജനുവരി 4-നായിരുന്നു VR റനീഷിനെതിരായ കോടതിയലക്ഷ്യ നടപടിക്ക് ആധാരമായ സംഭവം. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.